ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. എന്നത്തെ പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് ചെറിയ ഉള്ളി ഇല്ലേ. പക്ഷേ ഈ ചെറിയ ഉള്ളി നമ്മൾ മിക്ക കറികളിലും ഇടാറുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ തൊലി കളയുക എന്നുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. രാവിലെയൊക്കെ നമ്മൾ പെട്ടെന്ന് ഉള്ളിയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ തൊലി കളയുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടൈം ഇല്ലായിരിക്കും നമുക്ക് പെട്ടെന്ന് എടുത്ത് കളയാൻ. അപ്പോൾ അതിനായിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു ഉള്ളിയുടെ തൊലി പെട്ടെന്ന് കളയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഉള്ളിയുടെ തൊലി കളയാനുള്ള 2 ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എത്ര ഉള്ളിയാണോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഇതുപോലെ 2 സൈഡിലും ഇവിടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഉള്ളിയുടെ ഇതുപോലൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ 2 സൈഡും കട്ട് ചെയ്ത് കുറച്ച് ഉള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിൻ്റെ അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ചെറു ചൂടുവെള്ളമാണ്. നമ്മൾ ഒത്തിരി ചൂടായ വെള്ളം ഒഴിക്കരുത്. ചെറിയ ചൂടുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഈ ഒരു ഉള്ളി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം നമുക്കിത് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഞെരടിയെടുക്കാം. ഇതുപോലെ നമുക്ക് കൈകൊണ്ട് തന്നെ ഞെരടിയെടുക്കാവുന്നതാണ്. ഞെരടിയെടുക്കുമ്പോഴേക്കും അതിൻ്റെ തൊലിയെല്ലാം നമുക്ക് വിട്ട് കിട്ടും. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ തൊലിയെല്ലാം വിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഉള്ളി തൊലി ഇതുപോലെ തന്നെ ഈസി ആയിട്ട് കളയാനുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വീണ്ടും കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. 2 സൈഡും കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. 2 സൈഡും കട്ട് ചെയ്യാതെ വേണമെങ്കിൽ നിങ്ങൾക്കിടാം. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളമാണ്, സാധാ വെള്ളമാണ് ഒഴിച്ച് ഈ ഒരു ഉള്ളിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ ഉള്ളി ഇട്ട് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊന്ന് ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്തൊന്ന് ഞെരടി ഒന്ന് എടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തൊലി പോകുന്നതായിരിക്കും. കണ്ടില്ലേ, ഇതേപോലെ ഞെരടി ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നിങ്ങൾക്ക് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ തൊലി നിങ്ങൾക്ക് പോയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഉള്ളിയുടെ തൊലി സാധാരണ നമ്മൾ കളയുവാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഉള്ളിത്തൊലി കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് വളരെയധികം ഗുണങ്ങളുണ്ട്. നമുക്ക് ഫെർട്ടിലൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ഞാനിവിടെ കുറച്ച് ഉള്ളിത്തൊലി, അതുപോലെ സവാളയുടെ തൊലിയുണ്ട്, അതുപോലെ ചെറിയ ഉള്ളിയുടെ തൊലിയുണ്ട്, കുറച്ച് വെളുത്തുള്ളിയുടെ തൊലിയുണ്ട്. സാധാരണ നമ്മളൊരു 2-3 ദിവസമൊക്കെ നമ്മൾ കിച്ചണിൽ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ കുറേശ്ശെ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു 2 ദിവസത്തെ ചെറിയ ഉള്ളിയുടെയും വലിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും തൊലിയാണ്. സാധാരണ നമ്മൾ ഈ ഒരു തൊലി എന്ന് പറഞ്ഞാൽ വെറുതെ കളയുവാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ധാരാളം ഗുണങ്ങളുണ്ട്. ധാരാളം വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള, ധാരാളം മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ഉള്ളിത്തൊലി എന്ന് പറഞ്ഞാൽ. നമുക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒന്നാണ്. പച്ചക്കറികൾക്കാണെങ്കിലും അതുപോലെ തന്നെ ചെടികൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് റോസാ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഇതുപോലെ ചട്ടിയിലൊക്കെയുള്ള റോസാ ചെടിയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റോസാ ചെടിയിൽ ചെറിയ ഉള്ളിയാണേലും വലിയ ഉള്ളിയാണേലും അതിൻ്റെ തോല് നമുക്ക് ഇടാവുന്നതാണ്. പലരും പറയും അങ്ങനെ ഡയറക്റ്റ് ഇടരുതെന്ന്. പക്ഷേ ഞാനിവിടെ റോസാ ചെടിയുടെ ചുവട്ടിൽ അങ്ങനെയാണ് ഇടുന്നത്. നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നല്ല പോലെ പൂക്കും, നല്ല പോലെ തഴച്ചു വളരും. അതുപോലൊക്കെ തന്നെ നല്ല ഒരു ഫെർട്ടിലൈസറാണിത്. റോസയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ഒരു ഒറ്റ വളം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇടാം. അതല്ല എങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും ഇടാവുന്നതാണ്. മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ കുറച്ച് വെളുത്തുള്ളിയുടെ ആണെങ്കിലും അതുപോലൊക്കെ തന്നെ ഉള്ളിയുടെ ഒക്കെ തൊലി ഇതുപോലൊക്കെ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2 ദിവസം 3 ദിവസം ഇതുപോലെ വെച്ചിരിക്കുക. ഇതേപോലെ നമ്മൾ വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് കുതിർത്ത് വെക്കണം.
അതിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത് ഒരു 3-4 ദിവസം നമ്മൾ ഇതുപോലെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പഴയ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് ഇതുപോലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിറച്ചാണെങ്കിലും വെള്ളം ഒഴിക്കാം. പിന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. അതിനുശേഷം നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് ഒരു 3 ദിവസം കഴിഞ്ഞ് നമുക്കിത് എടുക്കാവുന്നതാണ്. എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ചെടികളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ബോട്ടിൽ ഉള്ളിയുടെ തൊലിയിട്ട് വെച്ചിട്ട് ഇപ്പം 3 ദിവസമായിട്ടുണ്ട്. 4ാമത്തെ ദിവസമാണ് ഞാനിത് തുറന്നെടുക്കുന്നത്. ഇനി അതിന് ശേഷം നമുക്കൊരു പഴയ തവിയോ വല്ല കമ്പോ വല്ലതും വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്കിതിൻ്റെ ആ ഒരു കളർ കണ്ടില്ലേ, ആ ഒരു എസൻസ് എല്ലാം, ആ ഉള്ളിയുടെ എസൻസ് എല്ലാം ഈ ഒരു വെള്ളത്തിലേക്കായിട്ടുണ്ട്. 3 ദിവസമായിരിക്കും. ഇനി നമുക്കിതൊന്ന് ഊറ്റി ആ ഒരു വെള്ളം ഒന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ വെള്ളമെല്ലാം ഞാനൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അരിപ്പ വെച്ചിട്ട് ഇതാ ഇത്രയും വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കളർ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബ്ലാക്ക് കളർ പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ചെടിയുടെ ചുവട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ റോസയ്ക്കും പച്ചക്കറികൾക്കും എല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ സ്പ്രെയർ ഉണ്ടെങ്കിൽ ആ ഇലകളിലൊക്കെ നിങ്ങൾക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പ്രാണിശല്യം, അതുപോലെ ഇല ചുരുണ്ടു പോവുക, പഴുത്തു പോവുക, പ്രാണിശല്യം കൊണ്ട് ഇലയെല്ലാം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പുഴുവൊക്കെ തിന്നു കഴിഞ്ഞ് ചെടികളുടെ ഇലയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ നിങ്ങൾക്ക് ചെടികളിൽ കൂടി, ചെടികളുടെ ഇലയിൽ കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനപ്പോൾ ഇതൊന്ന് ഒഴിച്ച് കാണിക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ഇതുപോലുള്ള തൊലികളെല്ലാം നമ്മൾ ഇതുപോലൊക്കെ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ കുതിർത്ത് വെക്കുക. രാവിലെ കുതിർത്ത് വെച്ചതിന് ശേഷം വൈകുന്നേരമാകുമ്പോൾ ഈ ഒരു വെള്ളത്തോടു കൂടി തന്നെ ഈ ഒരു ഇതിൻ്റെ തോലും എല്ലാം കൂടെ നമ്മൾ റോസാ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ പിന്നെ ചട്ടിയിലാണെങ്കിൽ അതിനകത്ത്, അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ അല്ലാതെ നട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലൊക്കെ ഈ ഒരു വെള്ളത്തോടൊപ്പം നിങ്ങൾ ഇതൊന്ന് ഒഴിച്ച് നോക്കും. വേറെ ഒരു വളങ്ങളും വേണ്ട. ഈ ഒരു ഫെർട്ടിലൈസർ ഇതൊരു നല്ലൊരു വളമാണ്. വേറെ ഒരു വളവും നമ്മൾ പ്രത്യേകിച്ച് റോസാ ചെടിക്കൊന്നും ഇടേണ്ട കാര്യമില്ല. ഈ ഒരു ഉള്ളിത്തൊലി, ഈ ഒരു പഴത്തിൻ്റെ തൊലി എല്ലാം കൂടെ നമ്മൾ ആ ഒരു റോസാ ചെടിയുടെ ചുവട്ടിലിട്ടതിന് ശേഷം ഈ വെള്ളവും കൂടെ നമ്മൾ ഊറ്റി ഒഴിക്കണം. ഊറ്റി ഒഴിച്ചു കഴിഞ്ഞാൽ റോസാ ചെടി നല്ലപോലെ തഴച്ച് വളരും. അതുപോലെ തന്നെ ഇഷ്ടംപോലെ മുട്ടൊക്കെ ഉണ്ടായി പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് 1 രൂപ ചിലവില്ലാതെ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ ഉള്ളിത്തൊലി ഒന്നും കളയത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.